ഹായ്. HSSTയുടെ ഫൈനൽ കീയും അതുപോലെ സർട്ടിഫിക്കറ്റ് അപ്രൂവിംഗ് മെസ്സേജുകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്സ്, ഫിസിക്സ്, സുവോളജി തുടങ്ങിയ സബ്ജക്റ്റുകൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് അപ്രൂവിംഗ് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രീവിയസ് ലിസ്റ്റിൽ ഓരോ സബ്ജക്റ്റുകളിലും എത്രത്തോളം നിയമനം നടന്നിട്ടുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള സബ്ജക്ട്സാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിലോരോന്നും നമുക്കൊന്ന് വിലയിരുത്താം. HSST മാത്തമാറ്റിക്സ് ജൂനിയർ. HSST മാത്തമാറ്റിക്സ് 2023 നവംബറിലാണ് ലിസ്റ്റ് വന്നത്. അപ്പോൾ ഏകദേശം ലിസ്റ്റ് തീരാറായിട്ടുണ്ട്. ടോട്ടൽ 95 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കാറ്റഗറി 63 റാങ്ക് വരെയാണ് അഡ്വൈസ് മെമ്മോ വന്നിട്ടുള്ളത്. ഇനി കെമിസ്ട്രിയാണ്. HSST കെമിസ്ട്രി ശരിക്കും 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത്. സോ 27 ഓഗസ്റ്റ് വരെ ഏകദേശം ഒരു വർഷത്തോളം ഇനി ലിസ്റ്റ് തീരാനുണ്ട്. ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ട്. പക്ഷേ ഇവിടെ ടോട്ടൽ 77 അഡ്വൈസ് പോയി. ഓപ്പൺ കാറ്റഗറി 58 റാങ്ക് വരെയും അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ മെയിൻ ലിസ്റ്റിലാകെ 60 പേരേ ഉള്ളൂ. അപ്പോൾ 2 പേർക്ക് കൂടെ നിയമനം വരാനുള്ളൂ. സോ അത് വൈകാതെ തന്നെ ആവും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് വാനിഷ് ആവും. സോ പുതിയ വേക്കൻസി ഇപ്പോൾ ഇനി വരാനുള്ള ലിസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാനും ലിസ്റ്റ് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം ആയതുകൊണ്ട് തന്നെ NVT പാരലായിട്ട് വരുന്നത് കൊണ്ടും HSST കെമിസ്ട്രിയുടെ ലിസ്റ്റിൽ കൂടുതൽ ആളെ ഉൾക്കൊള്ളിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ലിസ്റ്റ് നമുക്ക് അറിയില്ല, നോക്കാം. സോ ഇനി അടുത്തത് ഫിസിക്സ് ആണ്. HSST ഫിസിക്സ് 23 ഡിസംബറിലാണ് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ പക്ഷേ കമ്പാരിറ്റീവ്ലി അഡ്വൈസ് കുറവാണ്. 26 അഡ്വൈസാണ് ടോട്ടൽ പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറി 10 റാങ്ക് വരെയാണ് അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ കൂടുതൽ മൂന്ന് വേക്കൻസി എന്തോ റിപ്പോർട്ടായിട്ടുള്ളൂ. സോ ഇതധികം നീങ്ങിയിട്ടില്ല ഈ ലിസ്റ്റ്. പിന്നെ സുവോളജി 48 അഡ്വൈസ് പോയിട്ടുണ്ട്. സുവോളജി ഓപ്പൺ കാറ്റഗറി 27 ആണ് അഡ്വൈസ് പോയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. പക്ഷേ ഇവിടെ ഒരു 15ഓളം വേക്കൻസി റിപ്പോർട്ടായിട്ട് കണ്ടു. അപ്പോൾ കുറച്ചുകൂടെ അഡ്വൈസ് പോകാനുള്ള സാധ്യതകളുണ്ട്. ബോട്ടണി 49 ടോട്ടൽ അഡ്വൈസ്. ഓപ്പൺ കാറ്റഗറി 30 റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്. ബോട്ടണിയിലും 13-14 വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട്. സോ കുറച്ചുകൂടെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ലിസ്റ്റ്. പിന്നെ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് 2024 ഫെബ്രുവരിയിലാണ് കാലാവധി തീരുന്നത്. ഫെബ്രുവരിയിലാണ് ലിസ്റ്റ് വന്നത്. സോ 27 ഫെബ്രുവരിയിൽ കാലാവധി തീരും. 54 ടോട്ടൽ അഡ്വൈസ് പോലും. ഓപ്പൺ കാറ്റഗറി 29th റാങ്ക് വരെ അഡ്വൈസ് ആയിട്ടുണ്ട്. ഇനി പൊളിറ്റിക്കൽ സയൻസ് 79 അഡ്വൈസ് പോയിട്ടുണ്ട്. 24 ഫെബ്രുവരിയിലാണ് ലിസ്റ്റ് വന്നത്. സോ 27 ഫെബ്രുവരി വരെ കാലാവധിയുണ്ട്. ഓപ്പൺ കാറ്റഗറി 61ാമത്തെ റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്. ഇത് ലിസ്റ്റ് 2 എന്ന് പറയുന്നത് അത് എന്താണ് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ബ്രാക്കറ്റിൽ ലിസ്റ്റ് 2 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ജിയോഗ്രഫിയാണ്. ജിയോഗ്രഫി ശരിക്കും നവംബറിൽ 2023 ഒക്ടോബറിൽ വന്ന ലിസ്റ്റാണ്. സോ 26 ഒക്ടോബറിൽ കാലാവധി തീരും. 18 അഡ്വൈസേ പോയിട്ടുള്ളൂ. ഓപ്പൺ കാറ്റഗറി 11 റാങ്ക് വരെയാണ് അഡ്വൈസ് ആയിട്ടുള്ളത്. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ശരിക്കും ഒട്ടും മൂവ് ചെയ്യാത്തൊരു ലിസ്റ്റാണ്. ഇത് 2023 സെപ്റ്റംബറിൽ വന്ന 3 വർഷത്തോളം ആവാറായി. ലിസ്റ്റ് തീരാറായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഓപ്പൺ കാറ്റഗറി 1 റാങ്കിന് പോലും നിയമനമായിട്ടില്ല. ടോട്ടൽ 4 അഡ്വൈസ് അത് DAക്കാണ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറി 1 റാങ്ക് പോലും നിയമനമാകാത്തൊരു ലിസ്റ്റാണ്. കാലാവധി തീരാറായി. അത് വേക്കൻസി ഇല്ലാത്തത് കൊണ്ടാണോ റിപ്പോർട്ടാവാത്തതാണോ എന്നറിയില്ല. സോ ഇംഗ്ലീഷ് ഇതാണ്. പുതിയ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. HSST ഇപ്പോൾ മെയ് 30 ആയിരുന്നു എക്സാം തോന്നുന്നു. അപ്പോൾ പുതിയ ലിസ്റ്റ് വരാറായിട്ടുണ്ട്. പക്ഷേ പഴയ ലിസ്റ്റ് കാലാവധി തീരാറായിട്ടും 1 റാങ്കിന് പോലും നിയമനമാവാത്തൊരു അവസ്ഥയാണ് ഇംഗ്ലീഷിൻ്റേത്. പിന്നെ സാൻസ്ക്രിറ്റ് ആണ്. ഇതും ഇപ്പോൾ പുതിയ എക്സാമൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഫൈനലിക്ക് വന്നിട്ടുണ്ട്. പഴയ ലിസ്റ്റിൽ 21 അഡ്വൈസ് പോയി. ഓപ്പൺ കാറ്റഗറി 9th റാങ്ക് വരെ അഡ്വൈസ് ആയിട്ടുണ്ട്. 24 ഓഗസ്റ്റിലാണ് ലിസ്റ്റ് വന്നത്. സോ 27 ഓഗസ്റ്റ് വരെ ലിസ്റ്റിന് കാലാവധിയുണ്ട്. സോ ഇത്രയും ലിസ്റ്റുകളുടെ കാര്യങ്ങളാണ് അഡ്വൈസാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത്. സോ ചിലത് അത്യാവശ്യം നന്നായി മൂവ് ചെയ്തിട്ടുണ്ട് ലിസ്റ്റ്. പക്ഷേ ചില സബ്ജക്റ്റുകൾ ഫിസിക്സ്, ഇംഗ്ലീഷൊക്കെ അധികം മൂവ് ചെയ്യാത്ത ലിസ്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിയമനം.
അപ്പോൾ ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകൾ എത്രത്തോളം പേര് ഉൾക്കൊള്ളുമെന്ന് നമുക്കറിയില്ല. ലിസ്റ്റ് ചുരുക്കാനുള്ള ഫിസിക്സൊക്കെ അത്യാവശ്യം കട്ട് ഓഫ് കൂടുതലാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ 10 അഡ്വൈസാണ് ഓപ്പൺ കാറ്റഗറിക്ക് പഴയ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളൂ. സോ ലിസ്റ്റ് ചുരുക്കിയിടാനാണോ അതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടിയെന്ന് എനിക്ക് അങ്ങനൊരു ഇതുണ്ട്, സംശയമുണ്ട്. അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. വൈകാതെ തന്നെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നു തുടങ്ങും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. അതുപോലെ ഇതുപോലെയുള്ള PSCയുടെ നിയമനങ്ങളും അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻസ്, നിയമന നില എല്ലാം അറിയുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.